തികഞ്ഞ വിജയപ്രതീക്ഷയുമായാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് ഉടുമ്പൻചോലയിലെ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു. കഴിഞ്ഞ 25 വർഷമായി കോൺഗ്രസിന് അപ്രാപ്യമായിരുന്ന മണ്ഡലം ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കണം എന്നുള്ളത് നാട്ടുകാരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും അതിയായ ആഗ്രഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. സേനാപതിയിൽ ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനിപ്പോൾ ഉള്ളത് സേനാപതിയിലാണ്. സേനാപതി എന്ന ഈ നാടിന്റെ പേരുകൊണ്ട് തന്നെ അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള സേനാപതി വേണുവാണ്. സാർ, അങ്ങ് ഇപ്പോൾ സേനാപതിയിലാണുള്ളത്. പ്രസംഗത്തിനിടയിൽ അങ്ങ് വികാരാധീതനായി സംസാരിക്കുകയുണ്ടായി. അല്ല, അത് മറ്റൊന്നുമല്ല. ഈ നാടാണല്ലോ നമ്മളെ, ഈ നാട് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സംസ്ഥാനം അറിയപ്പെടുന്ന, രാജ്യം അറിയപ്പെടുന്ന. എനിക്ക് കോൺഗ്രസിന്റെ ഒരു ദേശീയ സമ്മേളനത്തിൽ ഡൽഹിയിൽ പോയി പോലും സംസാരിക്കാൻ അവസരം കിട്ടിയ ആളാണ്. അപ്പോ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് പോയി അവിടെയൊക്കെ എത്താൻ കഴിഞ്ഞതിലുള്ള ഒരു അഭിമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ വികാരാധീനനായത്. അത് എന്റെ നാടിനോടുള്ള പ്രതിബദ്ധതയും എന്റെ നാടിനോടുള്ള സ്നേഹവും. ഞാനുള്ളിടത്തോളം കാലം ആ പേരിൽ തന്നെ ഈ നാടും അറിയപ്പെടും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇലക്ഷന് മുമ്പ് സാറിന്റെ ഒരു പ്രസംഗം ഞാൻ ശ്രമിക്കുകയുണ്ടായി. അതിൽ താങ്കൾ പറഞ്ഞു 2021 25 വയസ്സുള്ള ഒരു യുവാവ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50 വയസ്സായിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് കോൺഗ്രസിന് ഒരു വോട്ട് MLA കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അതാണ് ഇപ്പോ ഞങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവും അതാണ്. 25 കൊല്ലമായി കോൺഗ്രസിന്റെ ഒരു MLA ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഏറ്റവും അവസാനം ഞങ്ങൾ കണ്ടത് CM അഗസ്തിയാണ്. 2006 മുതൽ 1996 മുതൽ 2001 വരെ ഇവിടെ ഉണ്ടായിരുന്ന EM അഗസ്തി. അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു MLA ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ കണ്ടിട്ടില്ല. 1/4 നൂറ്റാണ്ടായി. അപ്പൊ അന്ന് ജനിച്ച കുട്ടി 25 വയസ്സിൽ പ്രായവൻ, അവന് കോൺഗ്രസിന്റെ MLA എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അത് തിരുത്തുക എന്നുള്ളതാണ്, തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം വിജയിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ. അതെ, അങ്ങനെ തന്നെയാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറയുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ 25 വർഷമായി കിട്ടാക്കനിയായിരുന്ന ഒരു MLA സ്ഥാനം ഇത്തവണ എന്താണേലും തീർച്ചയായും തിരിച്ചുപിടിക്കുമെന്നാണ് പറയുന്നത്. സേനാപതിയിൽ നിന്നും അനീഷ് പി, ഇടുക്കി വിഷൻ ന്യൂസ്.